ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണം. ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ നല്ലത്. ബട്ട് ബേസിക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഹൗസ് ബിൽഡിംഗ് ഉണ്ട് MFA എന്ന് പറയും. ഈ MFAs ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് അഡ്മിഷൻ, ഡിസ്ചാർജ്, അതുപോലെ തന്നെ കാനുല ഇടുക, ബ്ലഡ് എടുക്കുക, ചെറിയ ഡയഗ്നോസ്റ്റിക്സ് പ്രൊസീജിയേഴ്സ് ആയ ഈ കുഞ്ഞുങ്ങളുടെ ഹിയറിംഗ് ടെസ്റ്റ് നോക്കുക, അതുപോലെ തന്നെ ആൻറ്റിനേറ്റൽ അസസ്മെൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒരു 2-3 എക്സാമ്പിൾസ് കൊടുക്കുക MFA ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ആ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിന് എന്തൊക്കെയാണ് മിനിമം നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് +2 വേണം, B2 സർട്ടിഫിക്കറ്റ് വേണം. ഇതാണ് ബേസിക് റിക്വയർമെൻറ്റ്. ഇതിന് സ്റ്റൈഫൻഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിങ്ങിൻ്റെ അതേ സ്റ്റൈഫൻഡ് കിട്ടും. 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ആണ്, 3 വർഷം സ്റ്റൈഫൻഡ് കിട്ടും. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ജോലി സാധ്യതയാണ്, ഒരുപാട് വേക്കൻസിയും ജർമ്മനിയിലുണ്ട്. സോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് നല്ലൊരു ഹൗസ് ബിൽഡിംഗ് ആണ് ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഞങ്ങളുടെ ഷിഫ്റ്റ് ഇല്ല, നോർമൽ ഡ്യൂട്ടിയാണുള്ളത്.